എണീറ്റ പാടെ ഒരു കുളി പാസ്സാക്കണം കേട്ടോ. ഞാൻ കുറച്ച് വൃത്തിയുള്ള കൂട്ടത്തിലാണേ. അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദരനായി വരാം. പിന്നെ പല്ല് വരാത്തതുകൊണ്ട് പല്ല് തേക്കണ്ട. അപ്പോൾ പല്ല് തേക്കുന്ന പരിപാടിയില്ല, കുളി മാത്രം കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വശമില്ലാത്തതുകൊണ്ട് ഉമ്മിനെ കൊണ്ടാണേ പറയിക്കണേ. ഉമ്മ നിഷേ 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 ഞാൻ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുക. ഇത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഉമ്മിനെ കൊണ്ട് പറയിക്കുന്നത് കേട്ടോ. പിന്നെ ഉമ്മിച്ച് എനിക്ക് തിന്നാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ഒന്ന് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തിന്നാൻ തരുന്ന പരിപാടിയില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ തിന്നാൻ തരുന്നുണ്ട്. നിർത്തുന്നില്ലെന്നേ. വീണ്ടും വീണ്ടും തരില്ലേ. എന്ത് ചെയ്യാനാണ്, ഉമ്മച്ചായി പോയില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. ഇനി ഞാൻ ഉറങ്ങി എണീച്ചിട്ട് കാണാവേ. ഇതാ അടുത്ത ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതെന്നൊരു പരിപാടി, തിന്നാ ഉറങ്ങാം. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ തീറ്റിക്കാനൊക്കെയുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എന്താ വീണ്ടും ഡ്രസ്സ് മാറ്റുമെന്നല്ലേ? അതേന്നേ, ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമുള്ള സ്വഭാവമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ഇങ്ങനെ മാറ്റണം. പറയാറിയാത്തോണ്ട് ട്രൗസറിലങ്ങോട്ട് ചേച്ചി പോകും. പിന്നെ നിങ്ങൾ കണ്ടത് അതെ, എനിക്ക് ഉമ്മച്ചിനോട് കുറേ കളിക്കാനൊക്കെ സാധനം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളിക്കൽ രസമാണേ. ഞാൻ താഴേക്കിടും അവരെടുത്തരും, ഞാൻ താഴേക്കിടും അവരെടുത്തരും. ഒരു ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണേ. അങ്ങനെ രാത്രിയാവാറായി. അപ്പോൾ 3 നേരത്തെ ഫുഡാട്ടോ ഇപ്പം എനിക്ക് തരാറ്. അതിൽ 3ാമത്തെ നേരത്തെ ഫുഡുമായി സമാധാനം. ഇതോടുകൂടെ ഫുഡടി കഴിയുമല്ലോ. എല്ലാം കഴിഞ്ഞ് രാത്രിയായി കിടക്കാൻ നേരമായി. ഇനി എനിക്ക് ഉറക്കമൊന്നും വരില്ലെന്നേ. ഇങ്ങനെ കളിച്ചുത്തിരിക്കാൻ രസമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലുള്ളവർ ഓർക്കില്ല. അവരുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് അവരൊന്ന് തോണ്ടി ഒരു രസം. അപ്പം ബാക്കി പിന്നെ കാണാം.